الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا طلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتيه ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർ പലതരത്തിലുള്ള ആളുകളാണ്. വിശ്വാസത്തിലും ചിന്താഗതിയിലും വീക്ഷണത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പ്രയത്നങ്ങളിലുമൊക്കെ ഈ വിഭിന്ന രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളിൻ്റെ ഒരു പ്രയത്നം അല്ലെങ്കിൽ ചിന്താഗതി രൂപപ്പെടുന്നത് അയാളുടെ വിശ്വാസവുമായി ബന്ധിപ്പിച്ചിട്ടാണ് എന്ന് പലപ്പോഴും സൂചിപ്പിച്ച സംഗതിയാണ്. അതനുസരിച്ച് ഒരാളിന് അയാളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നന്നായതായി അല്ലെങ്കിൽ അലങ്കൃതമായി തോന്നാമെങ്കിലും അത് മറ്റു പലർക്കും വിഷമവും പ്രയാസവും നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി അനുഭവപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും സംതൃപ്തിയും ലഭ്യമാകുന്ന തരത്തിൽ എന്ത് വിശ്വസിക്കണം, എങ്ങനെ പെരുമാറണം, ജീവിതത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കണം, വീക്ഷണം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ ജീവിതത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പ്രപഞ്ചനാഥൻ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഭിന്നതകളുണ്ടാവും. കാരണം ഈ വിശ്വാസത്തിനൊരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള കാര്യമാണ് വിശ്വാസ സ്വാതന്ത്ര്യം. ആരെങ്കിലും നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിന് പരീക്ഷണത്തിൻ്റെ ഒരു അർത്ഥവും ഉണ്ടാവുകയില്ല. ഒമൻ ഷാഅ ഫൽയുമിൻ ഒമൻ ഷാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവന് നിഷേധിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. വിശ്വസിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, നിഷേധിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, അതിന് തെളിവ് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് മനുഷ്യബുദ്ധിയെ വളർത്തി സ്വയം പര്യാപ്തമാക്കി സ്വന്തം ഭാഗധേയം സ്വയം തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നു.
ഇവിടെയാണ് മനുഷ്യാസ്തിത്വത്തിൻ്റെ പ്രാധാന്യം, വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യം നിലകൊള്ളുന്നത്. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെയും നിഷേധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രപഞ്ചവും അതുപോലെ മനുഷ്യ ശരീരവും ജീവിതവുമൊക്കെ ഒരു നിശ്ചിതമായ ചില നിയന്ത്രണങ്ങളിൽ, ക്രമീകരണങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യപ്രകൃതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും മൗലിക യാഥാർത്ഥ്യം പഠിപ്പിക്കുന്ന ഖുർആനിലെ വളരെ പ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ ലൈൽ, 92-ാമത്തെ സൂറത്ത്. രാവ്, അന്ധകാരം എന്നൊക്കെ പറയും. ഈ അന്ധകാരം യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തിരിയാത്ത, അറിയാത്ത, ബേജാറുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്രകൃതത്തിന് അനിവാര്യം പ്രകാശമാണ്, തെളിഞ്ഞു കാണുന്ന സുതാര്യമായ ഒരു ജീവിതം. അന്ധകാരമല്ല മനുഷ്യന് വേണ്ടിയത്, പ്രകാശമാണ് വേണ്ടിയത്. അതുകൊണ്ട് അന്ധകാരത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു, പ്രകാശത്തെയും സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പ്രകാശമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ അന്ധകാരം മായ്ച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ ആദം നബി മുതലേ പ്രവാചകന്മാർ വഴി പഠിപ്പിച്ചിട്ടുണ്ട്. രാവ്, അന്ധകാരം അത് മായണമെന്നാണ്. നമുക്കറിയാം, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ പേര് രാമായണം. രാവ് മായണം, അന്ധകാരമില്ലാതാവണം എന്നതാണ്. ഈ അന്ധകാരം യഥാർത്ഥത്തിൽ മനുഷ്യന് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ നാം കാണുന്ന ഇരുട്ട് മാത്രമല്ല അന്ധകാരം, ഒരുപാട് തരത്തിലുള്ള ളുലുമാത്ത് എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. അന്ധകാരങ്ങൾ, പ്രകാശത്തെ നൂർ, അൻവാർ എന്നല്ല പറഞ്ഞു, നൂർ എന്ന് മാത്രമേ പറഞ്ഞു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം അല്ലാഹുവാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അന്ധകാരം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ച്, പ്രകാശം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട്, അന്ധകാരത്തിൻ്റെ വഴി ഏത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട്, പ്രകാശത്തിൻ്റെ വഴി ഏത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മനുഷ്യനോട് സ്വീകരിച്ചുള്ളൂ, ജീവിത വിജയത്തിന് നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം. അവിടെ മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് നിഷേധിയായാൽ പോലും അവനൊരു നിശ്ചിത കാലം വരെ എല്ലാ വിഭവങ്ങളും കൊടുത്ത് കാരുണ്യവാനായ തമ്പുരാൻ മനുഷ്യനെ ഇവിടെ സംരക്ഷിക്കുമെന്നുള്ളത് ഈ സൂറത്തുൽ ലൈലിലൂടെ വിശദീകരിക്കുന്ന സംഭവങ്ങൾ മനുഷ്യന് ഭിന്ന സ്വഭാവമുള്ളതുകൊണ്ട്, ഭിന്ന പ്രകൃതമുള്ളതുകൊണ്ട് അവൻ്റെ പ്രയത്നവും ഭിന്നമായിരിക്കും, വിഭിന്നമായിരിക്കും. ആ ഭിന്നത എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. ചിലത് ഭിന്നത അനിവാര്യമായും ആവശ്യമുണ്ടെങ്കിൽ ചില ഭിന്നത അപകടത്തിലേക്ക് നയിക്കുന്നതാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഈ സൈദിലെ പ്രധാനപ്പെട്ട ഭിന്ന രൂപങ്ങൾ, അതായത് മനുഷ്യപ്രയത്നത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ധാരകളെ, വഴികളെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഫിലോസഫിക്കലായിട്ട്, വളരെ ആഴത്തിൽ തന്നെ അതിനാമുഖമായി പറയുന്നത് വല്ലൈലി ഇദാ യഗ്ഷ, രാവ് മൂടുന്ന, ഇരുട്ട് മൂടുന്ന, ഇരുൾ മുറ്റുന്ന രാത്രിയെ കൊണ്ട് തന്നെയാണ് സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. തൊട്ടുടനെ വന്നഹാരി ഇദാ തജല്ല, പ്രശോഭിതമാകുന്ന പകലിനെ സാക്ഷി നിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടി വൈഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്നങ്ങളാകുന്നു. നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്ന രൂപത്തിലുള്ളതാവും എന്നതിൻ്റെതായ പ്രപഞ്ചത്തിൻ്റെ ദിതാന്തമായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ചില പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് നിത്യസ്മരണ കൊണ്ട് അല്ലെങ്കിൽ നിത്യ അനുഭവം കൊണ്ട് അത്ഭുതം നഷ്ടപ്പെട്ടു പോയ
അതിബൃഹത്തായ രണ്ട് പ്രതിഭാസങ്ങളാണ് രാത്രിയും പകലും. നമുക്കറിയാം രാത്രി എന്താണ്, പകൽ എന്താണെന്നറിയാം. എന്നും നേരം വെളുക്കുമ്പോൾ നമുക്കൊരു വിസ്മയം ഉണ്ടാകുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു നേരം വെളുത്തില്ലെങ്കിൽ അത് നമുക്ക് മഹാ അത്ഭുതം ഉണ്ടാക്കും. നമ്മൾ നിത്യവും ചെറുപ്പത്തിലെ കണ്ട് പരിചയിച്ചത് പോയതുകൊണ്ട് അതിൻ്റെ അത്ഭുതം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ മനുഷ്യബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, എങ്ങനെയാണ് ഈ പകൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ രാത്രി ഉണ്ടാകുന്നത്? ഈ രാപ്പകലുകളുടെ മാറ്റം നിതാന്തമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ആത്മാവുമായി തൊട്ടുരുമി നിൽക്കുന്ന മനുഷ്യാത്മാവിന് രാപ്പകലുകളിൽ മാനസികമായ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യോദയത്തിൻ്റെ സന്ദർഭത്തിൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. അതുപോലെ ഉച്ചയാവുമ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. രാവ് വരുമ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. ഇതിനൊരുപാട് തരത്തിലുള്ള ചലനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആകാശവും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ മനുഷ്യ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നക്ഷത്രത്തെ ആരാധിക്കണം, ഭൂമി ആരാധിക്കണം, ചന്ദ്രനെ ആരാധിക്കണം എന്ന് പറയാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നത്. ഭൂമിയിലെ വെള്ളത്തിൽ, കടലിലെ വെള്ളത്തെ വേലിയേറ്റത്തിലേക്കും വേലിയിറക്കത്തിലേക്കൊക്കെ തള്ളിക്കൊണ്ടുപോകുന്ന ചന്ദ്രന്റെ ചംക്രമണം, അതുപോലെ സൂര്യൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിൻ്റെ ചംക്രമണം, ഇതിലൊക്കെ മഹാ അത്ഭുതങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെയോ ഉണ്ടായി അങ്ങ് നടന്നു പോകുന്ന ഒരു സംഗതിയാണ് എന്നൊരിക്കലും നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മനുഷ്യനിലെ ആണും പെണ്ണും എന്നുള്ളത്, ഒരാണും പെണ്ണും ചേർന്നാണ് വീണ്ടും ആണും പെണ്ണും ഉണ്ടാവുന്നത്. അതാരാണ് ഇതിനെ ആണാക്കിയത്, മറ്റൊന്നിനെ പെണ്ണാക്കിയത്, അതിൻ്റെ ഉള്ളിലെ സീക്രട്ട് എന്താണ് എന്ന് ശാസ്ത്രത്തിന് സമ്പൂർണ്ണമായി പറയാൻ കഴിയില്ല. എക്സ് ക്രോമസോം വൈ ക്രോമസോം, അങ്ങനെ 2x കൂടിയാൽ എക്സ് ആവും, എക്സും വൈയും കൂടിയാൽ വയ്യാവുന്നൊക്കെ ഇക്വേഷൻ പറഞ്ഞുണ്ടാക്കാമെങ്കിലും, പക്ഷെ അതിന് ഉപോത്ബലകമായ ആ പ്രവർത്തനം അതിൽ സംവിധാനിച്ചത് ആരാണ്, ഉള്ളത് കണ്ടെത്തിയിട്ട് പേരിടാമെന്നുള്ളതല്ലാതെ അതിനെ ഉണ്ടാക്കിയത് ആരാണ്, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ശാസ്ത്രീയമായി ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ ആണാകുന്നു, കുറെ പെണ്ണാകുന്നു. ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആലോചിച്ച് നോക്കി. ഒരുപാട് പെണ്ണുങ്ങൾ ആണുങ്ങളില്ലാത്ത അവസ്ഥ ആലോചിക്കും. ജീവിതം ദുസ്സഹമാവും, നാശമാവും. കഴിഞ്ഞ 10-60 കൊല്ലമായി നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ട പലസ്തീനിൽ ആണുങ്ങൾ ഒരുപാട് മരിച്ചു പോകുന്നു. പക്ഷെ അവിടെ പോലും സന്തുലിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുന്നു. അവിടെ നിങ്ങൾ പ്രസവം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അധികവും ആൺകുട്ടികളെയാണ് പ്രസവിക്കുന്നതെന്ന് കാണാൻ കഴിയും. അവിടെ മരിച്ചു പോകുന്നതൊക്കെ ആണുങ്ങളാണ്, അധികവും ആണുങ്ങളാണ്. പെണ്ണുങ്ങൾ വളരെ കുറവാണ്. ഇന്തിഫാദയിലൊക്കെ പങ്കെടുത്ത് മരിച്ചു പോകുന്നത്. അവിടുത്തെ ജനനത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾ തുരുതുരാ ഇങ്ങനെ പ്രസവിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അത്ഭുതകരമായ ഒരു സന്തുലിതത്വം അവിടെ നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ ഏത് കോണിലെവിടെയെങ്കിലും സ്വാഭാവികമായിട്ടും ജീവിതത്തിന്റെ വഴിത്താരയിൽ ആണുങ്ങളാണ് കൂടുതൽ അപകടങ്ങൾ, യുദ്ധവും അതുപോലെയുള്ള സംഗതി, വല്ല കലാപം, വല്ല കലാമിറ്റി വല്ല ഉണ്ടാകുമ്പോൾ, പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോഴേ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അതിൽ പെടാറുള്ളൂ. മറ്റു ഇതുപോലെയുള്ള സംഘങ്ങളിൽ, സമര സംഘടനകളിൽ, യുദ്ധങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആണുങ്ങളാണ്. അപ്പൊ അവിടെ സന്തുലിതത്വം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺ പെൺ സൃഷ്ടിപ്പ് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് നടത്തുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹ് നിശ്ചയിച്ച എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവുമായി, ആണും പെണ്ണുമായി, എല്ലാത്തിനും ഇണയും തുണയുമായി, ജോഡികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ഈ മഹാഭൗമയന്ത്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതേ രക്ഷിതാവ് തന്നെയാണ് നമ്മുടെ ജീവിത ചക്രത്തെയും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലോ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് വിഭിന്നങ്ങളായ വിശ്വാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രയത്നങ്ങളും വിഭിന്നങ്ങളായിരിക്കും. പ്രയത്നങ്ങൾ വിഭിന്നങ്ങളാവുമ്പോൾ പ്രതിഫലവും വിഭിന്നമാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്ന എല്ലാത്തിനെയും കൂടെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചിരിക്കുകയാണ്. രണ്ടായിട്ട് തിരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്നങ്ങളായ രൂപത്തിലുള്ളതാകുന്നു. അതിൽ ഒന്നാമത്തെ മൂന്ന് സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചുകൊണ്ട് എല്ലാ നന്മയുടെയും അടിസ്ഥാനം നന്മയുടെ പാതയായി നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്നാമത്തത് നൽകുകയും, വളരെ വിശാലമായാണ് ആ പദപ്രയോഗം. നൽകുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവൻ.
ഫസനുയസ്സിറുഹു ലിൽയുസ്ര, അവന് ജീവിതത്തിലെ സുഗമമായ വഴി നാം അനായാസകരമാക്കി കൊടുക്കുന്നതാണ്. നൽകുക എന്നത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകിയതിൽ നിന്ന് ലഭ്യമല്ലാത്തവന് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഓടി വരുന്നത് ഇൻഫാഖിനെ കുറിച്ച് കഴിഞ്ഞ 2-3 ഖുതുബയ്ക്ക് മുമ്പ് വിശദമായി പറയുകയുണ്ടായി. നൽകുക എന്നതിന് പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു, സക്കാത്ത്, സദഖ, അതുപോലെ തന്നെ ഹദിയ, അങ്ങനെ ഒരുപാട്, ഉളഹിയത്ത്, ഫിത്ർ സക്കാത്ത്, അങ്ങനെ പലതും വിശദീകരിച്ചിട്ടുണ്ട്. നൽകുക എന്നത് ആദ്യം എടുത്താണ് പറഞ്ഞത്, ഉള്ളവൻ ഇല്ലാത്തവന് നൽകുക. അതൊരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. ഉള്ളവന്റെ ആവശ്യം കഴിഞ്ഞ് അത് മുഴുവനും ഇല്ലാത്തവന് വിട്ടുകൊടുക്കണം എന്ന തോതിലാണ് ഖുർആൻ യഥാർത്ഥത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, കാലാന്തരത്തിൽ ഫുഖഹാക്കൾ അട്ടിമറിച്ചു കളഞ്ഞ ഒരു വിഷയമാണ് ഇൻഫാഖ്. ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നൊരു സംഗതി വളരെ പ്രവിശാലമായി അള്ളാഹു കണ്ടിരിക്കുന്നു. അതായത് എന്തൊക്കെ ലഭ്യമായിട്ടുണ്ടോ അതൊക്കെ അവന്റെ അത്യാവശ്യം കഴിഞ്ഞ് മറ്റുള്ളവ ലഭ്യമല്ലാത്തവന് വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് തഖ്വയുള്ളത്. അവർ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ നിയമ നടപടികളെ സൂക്ഷിക്കുന്നതാണ്. വസദ്ദഖ ബിൽ ഹുസ്ന, അവർ ഉത്കൃഷ്ട നടപടികളെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്, അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്നവരാണ്. തസ്ദീഖ്, അറ്റസ്റ്റ് ചെയ്യുന്നവരാണ്. അറ്റസ്റ്റേഷനാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തി മാതൃക കാണിക്കുക എന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുകയെന്നോ അത് അംഗീകരിക്കുകയെന്നോ പറയില്ല. ആമിനു എന്നല്ല പറഞ്ഞത്, അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞത്. സദ്ദഖ ബിൽ ഹുസ്ന, ഉത്കൃഷ്ട നടപടി. ഈമാനും അമൽ സ്വാലിഹാത്താണ് ഉത്കൃഷ്ട നടപടിയിലെല്ലാം. സത്യവിശ്വാസവും എല്ലാ സൽക്കർമ്മങ്ങളും ഈ ഉത്കൃഷ്ട നടപടിയിൽ പെടുന്നതാണ്. അപ്പൊ ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കുകയും അതുപോലെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ ആശ്വാസത്തിന്റെ വഴി നാം തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് ഈ കൊടുക്കലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ സവിസ്തരം, കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് സവിസ്തരം പ്രതിപാദിക്കുകയും ചെയ്തു. ആമിനു ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങളെ പ്രതിനിധിയാക്കിയ സ്വത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. അതായത് വല്ലദീന ആമനൂ മിൻകും, അതായത് നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്ന ആളുകള്, അവിടെ പിന്നെ സലാത്തും ഒന്നും പറയാതെ വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ, അവർ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. വമാ ലകും ലാ തുൻഫിഖൂന ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമികളുടെ അനന്തരാവകാശം, പ്രപഞ്ചത്തിന്റെ അനന്തരാവകാശം, ഈ സ്വത്തുക്കളുടെ അനന്തരാവകാശം അള്ളാഹുവിനായിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തേ പറ്റിപ്പോയി എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ചെലവഴിച്ചാൽ അതിനോട് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ചും ചെലവഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നതിന്റെ ദോഷത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒരുപാട് വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വഇൻ തതവല്ലൂ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും, നിങ്ങളിതൊന്നും കേട്ടിട്ട് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളല്ലാത്ത ഒരു വിഭാഗത്തെ നിങ്ങളെ നിഷ്കാസനം ചെയ്ത് നാം അത്തരമൊരു വിഭാഗത്തെ കൊണ്ടുവരുമെന്ന കഠിനമായ ഭീഷണിയും ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മനോഭാവം ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു സംഗതി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. കാരണം സ്വത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഞാൻ ധനാഢ്യനാണ് എന്ന് ആരെങ്കിലും സ്വയം ധരിച്ചു പോയാൽ അവൻ സത്യത്തെ യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ്. ധനം അള്ളാഹുവിൻ്റെതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സത്യത്തെ നിഷേധിക്കുന്നതിനാണ് ഖുർആൻ കാഫിർ 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 എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഈ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുമായിട്ടൊന്നും ബന്ധമില്ല, ഈ പേരൊന്നും ഇല്ലാത്ത വേറെ ഏതോ ആണ്. അല്ലല്ല, കാഫർ എല്ലായിടത്തും ഉണ്ടാവും. സത്യത്തെ നിഷേധിക്കുന്നവൻ മുസ്ലിം എന്ന് പേര് വിളിച്ചാലും സത്യത്തെ നിഷേധിച്ചാവും കാഫറാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എപ്പോഴും ആളുകൾക്ക് സത്യവിശ്വാസികളായ ആളുകൾ, അതായത് കാനേഷുമാരിയിൽ പേര് ചേർന്ന റേഷൻ കാർഡിലും പാസ്പോർട്ടിലും വോട്ടേജ് ലിസ്റ്റിലും ഒക്കെ മുസ്ലിം പേരുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സത്യവിശ്വാസികളുടെ ലിസ്റ്റിലാണ് എന്ന് ഒരു ധാരണയുണ്ട്. ഖുർആൻ ആ ധാരണയെ തിരുത്തണം. അല്ലല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ നിഷേധിക്കുന്നവരൊക്കെ ആ ഗണത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയാം. അപ്പോൾ അവിടെ വളരെ ഗൗരവപൂർവ്വ സംഗതി, അള്ളാഹു നൽകിയതെന്ന് ചെലവഴിക്കുക പരിധിയില്ലാതെ പറഞ്ഞിരിക്കുന്നു.
2.5% സക്കാത്ത് കൊടുത്തിട്ട് ബാക്കി സമ്പാദ്യം എല്ലാം എന്റേതാണ് അടിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അത് ഖുർആനിന്റെ ഈ സത്തയ്ക്ക് ഒരിക്കലും യോജിക്കുകയില്ല. ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പണ്ഡിതന്മാര് പണിത്തു കൊടുത്താലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാവൂല്ല. അതിന് വിരുദ്ധമേ ആവുകയുള്ളൂ. പണം കെട്ടിപ്പൂട്ടി വെക്കാൻ, അത് ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സിൽവർ ആയിട്ടോ അല്ലെങ്കിൽ ഡയമണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ കറങ്ങാതെ, ആവശ്യക്കാരുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങിയിട്ട് സാമ്പത്തികമായ വളർച്ച ഉണ്ടാവാൻ അനുവദിക്കാതെ പണത്തെ കെട്ടിപ്പൂട്ടി വെക്കുന്നവർക്ക് ഉള്ള ഭീകരമായ ശിക്ഷയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ്. ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ വ്യവസ്ഥയെ പാടെ മാറ്റിയിട്ട് പുതിയ ഇസ്ലാമിക് ബാങ്കിങ്ങും പുതിയ ഇസ്ലാമിക് സംവിധാനവും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കൂല എന്നുള്ളതിന് ആധുനിക ലോകം ഒരു തെളിവാണെന്നുള്ളത്. നമുക്കറിയാമല്ലോ, റമളാൻ വരുമ്പോ, അതുപോലെ ശവ്വാൽ പെരുന്നാൾ വരുമ്പോ അങ്ങാടികളൊക്കെ സജീവമാകുന്നു, ആളുകൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നു. എന്താണ് ഇവിടെ സക്കാത്ത് ഇങ്ങനെ വിതരണം ചെയ്യുമ്പോ ആളുകൾക്ക് ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നു. ഡിമാൻഡ് ഇല്ലെങ്കിലും താല്പര്യങ്ങൾ കൂടിയിട്ട് സാധനങ്ങൾ പ്രൊഡക്ഷൻ വർദ്ധിക്കും, കച്ചവടം വർദ്ധിക്കും, ക്രയവിക്രയം നടക്കും, സമൂഹം ചലനാത്മകമാവും. അതൊരു ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടില് എല്ലാ കാലത്തും നിയന്ത്രിച്ച് നിർത്തി വളർത്തിയെടുത്താൽ ഒരു നല്ല നിലയിലുള്ള ഒരു സമൂഹം, ഏത് ബഹുസ്വര സമൂഹത്തിൽ പോലും ഒരു നല്ല നിലയിലുള്ള സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ അത് സൃഷ്ടിക്കും. ഈ ഇൻഫാഖ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിൽ നടക്കുകയാണ് എങ്കിൽ. അപ്പൊ ഒമാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, അതായത് ഈ അഅതയിൽ പെട്ടാണ് ബാക്കിയുള്ള എല്ലാം. ഇതിങ്ങനെ ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവന് വിഷമകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മറ്റവന് ആശ്വാസത്തിന്റെ വഴി, അവന് നന്മ ചെയ്യാൻ, നന്മയോട് സ്നേഹം, നന്മ ചെയ്യാനുള്ള അവസരം, നന്മ ചെയ്യാനുള്ള തൗഫീഖ്, നന്മ ചെയ്യാനുള്ള സംഗതി, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ കൃത്യമായി പള്ളിയിൽ വന്നിരിക്കുന്നു, എന്നിട്ട് ദിക്ർ ചൊല്ലുന്നു, ദ്വാരക്കുന്നു. നമ്മളാരും ധരിക്കേണ്ട നമ്മളൊരു കഴിവും എടുക്കും കൊണ്ട് ഇവിടെ കയറിയിരുന്ന് ദ്വാരക്കാണെന്ന്. അള്ളാഹു മഹത്തായ ഒരു അനുഗ്രഹം നൽകിയതിന്റെ പേരിലാണ് എനിക്ക് ഈ നന്മ ചെയ്യാൻ ഇവിടെ എത്താൻ കഴിഞ്ഞത് എന്ന ഒരു മനോഭാവമായിരിക്കണം ഒരു അടിമയ്ക്കുണ്ടായിരിക്കേണ്ടത്. ഞാൻ ഒരുപാട് കാലം നമസ്കരിച്ചിരിക്കുന്നു, ഞാൻ ഒരുപാട് നോമ്പ് പിടിച്ചിരിക്കുന്നു, ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തിരിക്കുന്നു, ഞാൻ ഒരുപാട് സക്കാത്ത് കൊടുത്തിരിക്കുന്നു എന്നൊന്നും ആരും വീമ്പളക്കേണ്ടതില്ല. കാരണം ഇതിന്റെ ഓരോ ശ്വാസത്തിലും, ഓരോ അളവിലും, ഓരോ അണുവിലും, ഓരോ ചലനത്തിനും ഇതിന് സഹായം നൽകി നമ്മളെ അനുഗ്രഹത്തിന്റെ പാതയിലൂടെ യുസ്റായി അനുഗ്രഹത്തിന്റെ പാതയിലൂടെ ആശ്വാസകരമായി എളുപ്പമായി തരുന്നതുകൊണ്ടാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അടുത്ത ആയത്തിൽ രണ്ടാമത്തെ വിഭാഗത്തെ വിശദീകരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, പിശുക്ക് കാണിക്കുകയും എന്നിട്ട് വസ്തഗ്ന സ്വയം പര്യാപ്തത നടിക്കുകയും ഉത്കൃഷ്ട നടപടികളെ കള്ളപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവന്, നിഷേധിച്ച് ചെയ്യുന്നവന് ആളുകൾക്ക് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് ക്ലിഷ്ടതയുടെ വഴി നാം അനായാസമാക്കി കൊടുക്കും. അതായത് പ്രയാസത്തിന്റെ വഴി. അവന് നന്മ ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല, അവന് വിചാരിച്ചാലും സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല, അവന് സദഖ കൊടുക്കാൻ വിചാരിച്ചാലും അവരുടെ എത്തുമ്പോൾ വേണ്ടാന്ന് വിചാരിക്കും. അതായത് നന്മ ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം വേണം. ഒരാളിന് സദഖ കൊടുക്കണമെങ്കിൽ അതിന്റെ പണം അള്ളാഹ് തന്നെ തരണം, അത് കൊടുക്കാനുള്ള മനസ്സ് തരണം. എന്നിട്ട് ആ ഒരാളെ വാങ്ങാൻ ഒരാളെ കിട്ടണം. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത, സദഖ വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈസ തരണം, മനസ്സ് തരണം, എന്നിട്ട് ഒരുത്ത് വാങ്ങാൻ ഒരുത്തിനെ മുന്നിലാക്കി കൊണ്ട് തരണം. എടുത്തു കൊടുക്കാൻ കൈ പ്രവർത്തിക്കണമെങ്കിൽ മഹാനായ രക്ഷിതാവിന്റെ അനുഗ്രഹം വേണം. എന്നിട്ട് നമുക്ക് പ്രതിഫലം തരണം. ഈ രക്ഷിതാവ് ഏത് കാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് യഥാർത്ഥത്തിൽ നിഷേധിച്ചു തള്ളാനാവുക? ഇത്രയും സൗഭാഗ്യങ്ങൾ മനുഷ്യന് നൽകിയിട്ട് അവനെ യുസ്റിലേക്ക്, പ്രകാശത്തിലേക്ക് എങ്ങനെ എളുപ്പം നയിച്ചു കൊണ്ടിരിക്കുന്ന പരമ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നു, ആരെങ്കിലും ഇത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നെങ്കിൽ, പിശുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ പൈസ കെട്ടി വെച്ച് അല്ലെങ്കിൽ സ്വത്തൊക്കെ കൂട്ടി വെച്ച് മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും കൊടുക്കാതെ ഇരിക്കുന്ന ആളാ. അല്ലല്ല, ആ പിശുക്കിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. അതൊക്കെ ധാരാളമായി ചെലവഴിക്കും. അവന്റെ വീട്ടിന് ചെലവഴിക്കും, കെട്ടിടത്തിന് ചെലവഴിക്കും, കാറിന് ചെലവഴിക്കും, മറ്റു പല സംഗതികൾക്കും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടെ പറഞ്ഞ
പറഞ്ഞ ഇൻഫാഖും ഫീ സബീലില്ലയിൽ ചെലവഴിക്കാത്തവനാണ് പിശുക്കൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒരർത്ഥത്തിൽ അവൻ നല്ലൊരു മോഷ്ടാവാണ്. പടച്ച തമ്പുരാൻ കൊടുത്ത കാശ് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വന്തം കാര്യത്തിന് വെട്ടിത്തിന്നുകൊണ്ടിരിക്കുന്ന ഒരു 1-ാം ക്ലാസ് മോഷ്ടാവാണ് യഥാർത്ഥത്തിൽ ധനാഢ്യന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ ആകുന്ന മലക്കുകൾ അവരോട് നോക്കി അങ്ങനെ വിളിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ധനം അള്ളാഹുവിൻ്റെതാണ്. അവൻ പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വന്തം താല്പര്യത്തിന് വാരി കോരി അങ്ങനെ ചെലവഴിക്കും. ഇത് പിശുക്കിന്റെ ഒരു പണിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുന്നതാണ് പിശുക്ക്. സ്വന്തം കാര്യത്തിന് ഇഷ്ടം പോലെ ധാരാളത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന് യഥാർത്ഥത്തിൽ അത് ഇതൊന്നും പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ പിശുക്ക് എന്ന് പറയുമ്പോൾ ഒന്നും ചെലവഴിക്കാതിരിക്കലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ മറ്റുള്ള മാർഗത്തിൽ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നതും മഹാപിശുക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാ. പടച്ച തമ്പുരാൻ തന്നേൽപ്പിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ കാര്യത്തിന്. ഇപ്പൊ നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ നമ്മളെയും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെയൊക്കെ പിടിക്കുന്നില്ലേ? ഒരു കോമൺ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ DA അതുപോലെ തന്നെ ഭത്ത അതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതെല്ലാം എഴുതി എടുത്തങ്ങോട്ട് തിന്നുക. എന്നിട്ട് അവിടെ നാട്ടിൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വില്ലേജിൽ കൊടുക്കാനുള്ള ഒന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പണി. നമുക്ക് കുറെ സംഗതികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് എന്നൊക്കെ പറഞ്ഞു. സത്യവിശ്വാസമല്ലേ? നിന്റെ അടുത്ത കുടുംബങ്ങളുണ്ട്, അനാഥകളുണ്ട്, അഗതികളുണ്ട്, നീ നിന്റെ ആവശ്യം കഴിഞ്ഞ് അവർക്കൊക്കെ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട്, പക്ഷേ അതൊന്നും കൊടുക്കാതെ അങ്ങനെ എല്ലാം അടിച്ചു വാരി തന്നിട്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസത്തിന്റെ വഴിയായിരിക്കും എപ്പോഴും എളുപ്പമായി തോന്നുക. നന്മ ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാവില്ല. എന്നിട്ട് പറയാം, ഏതൊരു പണത്തിനു വേണ്ടിയാണ് ഇത്ര കഠിനമായ അധ്വാനത്തോടെ അവൻ അധ്വാനിച്ചിരുന്നത്, ആ പണമുണ്ടല്ലോ അവൻ നശിക്കുമ്പോൾ, മരിക്കുന്ന വാക്ക് നശിക്കുക എന്ന ഒരു പ്രയോഗങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അവൻ നശിക്കുമ്പോൾ ആ പണം അവൻ ഉപകരിക്കുകയില്ല. അപ്പൊ ബേസ് ചെയ്യുന്ന സംഗതി, ഈ ഒരു സംഗതി ലാഭവുമാക്കാൻ പ്രയത്നം നന്നാവാൻ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകാൻ ഏറ്റവും ഉത്തമമായി ആദ്യമായി അല്ലാഹു തആല എടുത്ത് കാണിക്കുന്നത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയത് മറ്റുള്ളവർക്ക് നൽകലാണ് എന്നതാണ് വളരെ പ്രസക്തമായ ഒരു സംഗതി എന്നുള്ളതാണ്. വളരെ അത് സക്കാത്തിന്റെ ചില്ലറ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അടിച്ചു കളയാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ഖുർആന്റെ ആത്മാവിന് ഒരിക്കലും യോജിക്കുന്ന സംഗതിയല്ല. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന പണം, ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന സംഗതികൾ ഒരിക്കലും നശിച്ചു പോകുമ്പോൾ അവന് ഉപകരിക്കുകയില്ല. ഇന്ന അലൈനാ ലൽ ഹുദാ, നിങ്ങൾക്ക് വഴി അറിയില്ല, വഴി കാണിച്ചു തരൽ എന്റെ ബാധ്യതയാണ്. വലൽ ആഖിറത ഇന്ന ലനാ ലൽ ആഖിറത വൽ ഉലാ, ദുനിയാവും പരലോകവും ഒക്കെ എന്റെ കൈവശമാണ്. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനൊരു സ്ഥലമില്ല. ഈ ദുനിയാവിൽ ഞാൻ തന്നതൊക്കെ നാം പറയുന്നത് പോലെ ചെലവഴിച്ച് വിനയാന്വിതമായി സമർപ്പിച്ച് യഥാർത്ഥ അടിമയെ പോലെ എന്റെ മുന്നിൽ വന്നാൽ ദുനിയാവിലും നിങ്ങൾക്ക് വിജയിക്കാം, ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാം. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീതനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തറല്ലാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഞങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൗതിക ജീവിതത്തിൽ യഥേഷ്ടം എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് പൊയ്ക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ അങ്ങനെ വിചാരിക്കണം, യുത്ര കസുദ, അവനെ വെറുതെ അങ്ങ് വിട്ടുകളയും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ രാവ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ പകലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, ആണും പെണ്ണുമായ സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥയുടെ ഭാഗമാണെങ്കിൽ അതിനൊരു കൃത്യമായും നിശ്ചിതമായും വ്യവസ്ഥയും ഏർപ്പാടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനുണ്ട്. ഇതൊക്കെ നിങ്ങളോട് നൽകുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനുണ്ട്. നിങ്ങൾ മരിച്ചു പോകും, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കും. അതുകൊണ്ട് ഇവിടെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രയത്നം മോശമായി പോയാൽ ഫഅൻദർതുകും നാറൻ തലവാ, കത്തിയാളുന്ന ഒരു നരകം, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്ന പ്രവാചകരെ താങ്കൾ അറിയിക്കുക.
ലാ യസ്ലഹാ ഇല്ലൽ അഷ്ഖാ, അങ്ങേറ്റ നിർഭാഗ്യവാനാണ് അതിൽ കിടക്കുക. അല്ലദീ കദ്ദബ വതവല്ല, ഇതൊക്കെ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവരൊക്കെ അതിൽ കടന്നു പോകും. വസയുജന്നബുഹൽ അത്ഖാ, സൂക്ഷ്മശാലികൾ അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. അല്ലദീ യുഅ്തി മാലഹു വയതസക്ക, വീണ്ടും പറയുന്നു. നിസ്കരിച്ചവനെ നല്ല അവിടെ പറഞ്ഞത്, നോമ്പ് പിടിച്ചവനെ നല്ല അവിടെ പറഞ്ഞു. നിസ്കരിക്കേണ്ട, നോമ്പ് പിടിക്കേണ്ടതല്ല. യുഅ്തി മാലഹു വയതസക്ക, പരിശുദ്ധ നേടാൻ വേണ്ടി അള്ളാഹു നൽകിയ ധനം ചെലവഴിച്ചവ സൂക്ഷ്മശാലി ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വളരെ ആഴത്തിലുള്ള വിഷയം, നമ്മൾ ഗൗരവമായി എടുക്കാത്ത വിഷയം. ഇത്ര ഘനഗംഭീരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ വിഷയം പറയുന്നുണ്ടെന്ന് പോലും സത്യവിശ്വാസികൾക്കറിയില്ല. നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന തഖ്വയുള്ള വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് സ്വയം പരിശുദ്ധി നേടാൻ വേണ്ടി അള്ളാഹു നൽകിയത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ്. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമുക്കറിയാം, എന്തെങ്കിലും ആർക്കും ചെയ്തു കൊടുത്താൽ ഒരു പ്രത്യുപകാരം പലപ്പോഴും സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാറുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത, ഒരു അടുപ്പവുമില്ലാത്ത, ഒരു കടമയുമില്ലാത്ത, ഒരു കർത്തവ്യമില്ലാത്ത, ഭൗതികമായി അള്ളാഹു പറഞ്ഞതിന്റെ മേലിൽ മാത്രം കടമയും കർത്തവ്യവുമായി എടുത്തുകൊണ്ട് ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, പരിശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അവിടെ സംബന്ധിച്ചിടത്തോളം മഹാപ്രതാപശാലിയായ അള്ളാഹുവിന്റെ ആ തൃപ്തി, അതുമാത്രമാണ് അവന്റെ വജ്ഹ്, അവന്റെ അനുഗ്രഹം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വല സൗഫയറുള്ള, അള്ളാഹു താമസിയാതെ ഇത്തരം ആളുകളെ വല സൗഫയറുള്ള, അത്തരം ആളുകളെ സംതൃപ്തരാക്കും. അങ്ങനെ അവർ സംതൃപ്തി ലഭിക്കുമെന്ന് രണ്ടർത്ഥവും അതിനെ പറ്റും. വല സൗഫയറുള്ള, അവർ സംതൃപ്തരാകും, അവർ സംതൃപ്തരാക്കും എന്നും നമ്മൾ രണ്ടു തരത്തിലും പറയാവുന്നതാണ്. അപ്പോ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ ജീവിതത്തിലെ ഭിന്ന മാർഗങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ച് ജീവിത വിജയം ലഭിക്കാൻ ഉത്തമമായത് അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും തഖ്വ പാലിക്കുകയും ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തി ജീവിതത്തിൽ പകർത്തി മാതൃക കാണിക്കുകയും ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം പ്രാപിച്ച വിഭാഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ സൂറത്തുൽ ലൈലും നമ്മുടെ ജീവിതവും കൂടെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. സൂറത്തുൽ ലൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവമായി പറഞ്ഞ സംഗതി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമായി നാം നടപ്പാക്കുന്നു എന്ന് ഓരോരുത്തരും തുലനം ചെയ്തു നോക്കുക. ഫൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആത്മാവും ചിന്തിക്കേണ്ടത് നാളേക്ക് എന്താണ് നാം സമ്പാദിച്ചു കൊണ്ടുവന്നതെന്നാണ്. ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ അന്തിമമായ വിജയപരാജയങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഇവിടെ എന്ത് പ്രയാസം ഉണ്ടായാലും പരലോകത്തെ വിജയമാണ് മഹത്തായ വിജയം. അതിനേക്കാൾ വലിയൊരു വിജയമില്ല. അവിടെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിന് മുമ്പ് ദുന്യാവിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച് സ്വർഗത്തിന്റെ കവാടം ഇവിടെ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യൻ മാറും. അങ്ങനെയുള്ള ഉത്തമരായ ഒരുപാട് സത്യവിശ്വാസികൾ ഈ ഭൂമിയിലൂടെ നടന്നു പോയിട്ടുണ്ട്. അവർ മുൻകാലങ്ങളിൽ പ്രവാചകന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഉള്ള ആളുകളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഏറ്റവും ഉത്തമരായ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ പെടാനാണ് അധ്വാനിക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യസുധാനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകൾ, മരിച്ചു പിരിഞ്ഞ ആളുകൾ, അവരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായ വഴിയിലൂടെ നീങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ ശാന്തമായ ഒരു ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച് ശാന്തമായി മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞാൻ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആപത്തുകളൊക്കെ നീ തട്ടിമാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ദാരിദ്ര്യവും കടങ്ങളുമൊക്കെ നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഇബാദത്ത് എപ്പോഴും
ഇബാദത്തിനും നൽകുന്ന ഒരു മനസ്സ് നീ നമുക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളൊക്കെ കരകയറ്റുകയും സ്വർഗത്തിൽ നിന്റെ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ നാഥ. തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ഇത് തട്ടിക്കളയല്ല തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി